വെൽക്കം ടു എജിസോൺ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്ററിൻ്റെ തിയറി ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ മാതൃകാ ചോദ്യങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മൾ കൊടുത്തത് എന്താണ്? 2 സംഖ്യകളുടെ തുക 10ഉം ഗുണനഫലം 24ഉമായാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്ത്? അതായത് 2 സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. തുക എത്രയാണ്? 10 ആണ്. ഗുണനഫലം എന്നത് എത്രയാണ്? 24ആണ്. എന്നാൽ അവയുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വ്യുൽക്രമങ്ങളുടെ തുക എന്ത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അതായത് 2 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ നമുക്ക് 2 സംഖ്യകളെ എന്തായിട്ട് എടുക്കാം? ഒന്ന് എക്സ് ആയിട്ടും മറ്റേത് വൈ ആയിട്ടും എടുക്കാം. അപ്പൊ 2 സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ് പ്ലസ് വൈ, അല്ലെ? 2 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 സംഖ്യകൾ കൂട്ടുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സ് പ്ലസ് വൈ നമുക്ക് എത്രയാണെന്നാ പറഞ്ഞത്? 10 ആണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 നമ്മൾ കൊടുത്തു കേട്ടോ. അടുത്തത് എന്താ തന്നത്? ഗുണനഫലം 24 ആണെന്നാണ് പറഞ്ഞത്. ഗുണനഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണിച്ച് കിട്ടുന്നത്, അല്ലെ? അതെത്രയാണ്? ഇതേ നമ്പർ തന്നെ, എക്സ് ഇൻറ്റു വൈ. എത്ര നമുക്ക് കിട്ടുന്നു എന്നാ പറഞ്ഞത്? 24 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിച്ചത് അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്താണെന്നാണ് ചോദിച്ചത്. വ്യുൽക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തിരിച്ചെഴുതുന്നത്, അല്ലെ? അതായത് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/x ആയിരിക്കും. ഇനി വൈകിന്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/y ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ എന്താണ്? വ്യുൽക്രമങ്ങളുടെ തുകയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതായത് എങ്ങനെ എഴുതണം? 1/x പ്ലസ് 1/y. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതാം. അതായത് എക്സ് പ്ലസ് വൈ, അല്ലെ? അതായത് ഇവരെ തമ്മിൽ ഗുണിക്കുക, ഇതുപോലെ ഇവർ തമ്മിൽ ഗുണിക്കുക. അതായത് എക്സ് ഇൻറ്റു 1 എക്സ് എഴുതി, വൈ ഇൻറ്റു 1 നമ്മൾ വൈ എഴുതി, അല്ലെ? എക്സ് ഇൻറ്റു 1 എക്സ് അത് കൊടുത്തു, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു, അല്ലെ? ഇനി 1 ഇൻറ്റു വൈ കൊടുത്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്ന് കിട്ടി. അതായത് ഇത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് പ്ലസ് വൈ എത്രയാണ്? 10 ആണ്. എക്സ് അതേപോലെ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഓക്കെ, ഇനി ഇവരിൽ കോമൺ ആയിട്ട് പോകുന്നത് ആരാ? ഈ 10ലും 24ലും കോമൺ ആയിട്ട് പോകുന്ന ഒരാൾ ഏതായിരിക്കും? 2 പോവും, അല്ലെ? 2 പോവില്ലേ? അപ്പൊ 2വിനെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? 10 കൊണ്ട് ഹരിച്ചു നോക്കുക, അല്ലെ? അപ്പൊ എത്ര ഉണ്ട്? 10ൽ എത്ര 2 ആണ് പോണത്? 5 2 10, അല്ലെ? അപ്പൊ 5 കൊടുത്തു. ഓക്കെ, ഇനി 24ലാണെങ്കിലോ എത്ര 2 ഉണ്ട്? 24. 12 2 എത്രയാണ്? 24 ആണ്. അപ്പോൾ 12. അപ്പൊ 5/12 നമുക്ക് കിട്ടി. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക, അതിന്റെ ആൻസർ ആയിട്ട് ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ? 5/12. അപ്പൊ എത്ര ആൻസർ വരിക? 5/12. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? 8,03,642 എന്ന സംഖ്യയോടൊപ്പം ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് അത് 9ന്റെ ഗുണിതമായി മാറുന്നത്? ഓക്കെ, അതായത് എന്താ ചോദ്യം? ഇവിടെ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ഈ സംഖ്യയോടൊപ്പം എത്രയോ സംഖ്യ, ഏറ്റവും ചെറിയ ഏതോ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തിന്റെ ഗുണിതമായിട്ട് മാറും? 9ന്റെ ഗുണിതമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ സംഖ്യ ഏതാന്നാണ് നമ്മളോട് ചോദിച്ചത്. ആ ഒരു സംഖ്യനോട് കൂട്ടേണ്ട ചെറിയ സംഖ്യ ഏതാന്നാണ് നമ്മളോട് ചോദിച്ചത്. അതായത് 1 കൂട്ടിയാലാണോ ഇത് 9ന്റെ ഗുണിതമായിട്ട് മാറുക? അല്ലെങ്കിൽ 4 കൂട്ടിയാൽ, ഈ സംഖ്യയോടൊപ്പം 4 കൂട്ടിയാലാണോ അത് 9ന്റെ ഗുണിതമായിട്ട് മാറുക? അല്ലെങ്കിൽ ഈ സംഖ്യയോടൊപ്പം 7 കൂട്ടിയാലാണോ അത് 9ന്റെ ഗുണിതമായിട്ട് മാറുക? അതോ അല്ല 9 ആണോ ഇതിന്റെ കൂടെ കൂട്ടേണ്ടത് 9ന്റെ ഗുണിതമായിട്ട് മാറ്റാൻ വേണ്ടി? ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 9ന്റെ ഗുണിതമാണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? തന്ന സംഖ്യകളിലെ അക്കങ്ങളില്ലേ, ആ അക്കങ്ങളുടെ തുക കാണാം. ആദ്യം തന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക കാണാം. എന്നിട്ട് ആ തുക 9ഓ 9ന്റെ ഗുണിതങ്ങളോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സംഖ്യ 9ന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ നമുക്ക് എന്ത് നോക്കാം? തുക കണ്ടുപിടിച്ച് നോക്കാം. അക്കങ്ങളുടെ 8 പ്ലസ് 0 പ്ലസ് 3 പ്ലസ് 6, അല്ലെ? പ്ലസ് അടുത്തത് 4 പ്ലസ് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. എന്നിട്ട് ഈ അക്കങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്? 8ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 11, അല്ലെ? 11ന്റെ കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 17. 17ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 21. 21ന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 23, അല്ലെ? അപ്പൊ 23 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ 23 എന്ന് പറയുന്ന സംഖ്യ 9ഓ അല്ലെങ്കിൽ 9ന്റെ ഗുണിതങ്ങളോ ആണോ? 9 9ന്റെ ഗുണിതങ്ങളോ ആണോ 23? അല്ലല്ലോ.
9ന്റെ ഗുണനപ്പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ല, അപ്പോൾ 9ന്റെ ഗുണനപ്പട്ടിക നമ്മൾ നോക്കുമ്പോൾ 9 വന്നു. 2 9 നമുക്ക് എത്ര കിട്ടും? 18 അല്ലേ. 3 9 ആവുന്ന സമയത്ത് 27 എന്ന് വന്നു. അപ്പോൾ 23നെ നമുക്ക് എന്താക്കണം? ഈ 27 ആക്കി മാറ്റണം. ഓക്കെ, ഈ 23 എന്ന് പറഞ്ഞാൽ ഈ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 23 അല്ലേ കിട്ടിയത്. അത് നമുക്ക് 27 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറും? 9ന്റെ ഗുണിതമായിട്ട് മാറും. ഓക്കെ, കാരണം എന്താണ്? ഇതെന്താണ്? 9ന്റെ ഗുണിതങ്ങളാണ് ഇതൊക്കെ. അപ്പൊ 23നെ 27 ആക്കണമെങ്കിൽ അതിനോട് ഇനി നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 27നെ ഈ 23നോട് മൈനസ് ചെയ്താൽ മതി. എത്ര നമുക്ക് കിട്ടുക? 4 അല്ലേ. 27നെ 23 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാ? 4. അപ്പോൾ ഈ സംഖ്യയോടൊപ്പം എത്ര കൂട്ടുക? 4 കൂട്ടിക്കഴിഞ്ഞാൽ അത് ആരുടെ ഗുണിതമാവും എന്നാണ് അവിടെ പറയുന്നത്? 9ന്റെ ഗുണിതമാകും എന്നതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ വരുന്നുണ്ടോ ആ ഒരു ആൻസർ? 4 എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് അല്ലേ. ബി ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് എന്താണ്? 4 ആണ് വന്നത് അല്ലേ. നമ്മൾ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. നേരത്തെ 9ന്റെ ഗുണിതാണെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്തിന്റെ ഗുണിതാണ്? 3ന്റെ ഗുണിതമാണോ എന്നതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 9ന്റെ ഗുണിതാണോ എന്ന് എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? ആ തന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക കണ്ടുപിടിച്ചു. ആ തുക എന്തിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക? 9 അല്ലെങ്കിൽ 9ന്റെ ഗുണിതമാണോ നോക്കിയിട്ടാണ് നമ്മൾ അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 9ന്റെ ഗുണിതമാണോ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 3 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് പറയാ? ആ സംഖ്യയിലെ തുക കണ്ടുപിടിക്കുക. സംഖ്യയിലെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ആ അക്കങ്ങളുടെ തുക എന്തിന്റെ ഗുണിതമാണോ നോക്കുക? 3 അല്ലെങ്കിൽ 3ന്റെ ഗുണിതമോ ആണോ നോക്കുക. ആണെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയുന്ന പറയാം, അല്ലെങ്കിൽ എന്തിന്റെ ഗുണിതമാണെന്ന് നമുക്ക് പറയാം? 3ന്റെ ഗുണിതമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ. അതായത് ഇവിടെ നമുക്ക് 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ സംഖ്യകളിൽ ഏതാണ് 3നെ കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയുക? 3 കൊണ്ട് നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്? 3ന്റെ ഗുണിതമാണോ എന്നതാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് അതിന്റെ നിശേഷം ഹരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തില് എ ഓപ്ഷൻ നോക്കട്ടെ. എ ഓപ്ഷനിൽ നമുക്ക് എന്താ തന്നത്? 1 + 8 + 2 + 8 + 7. ഈ തന്നിട്ടുള്ള അക്കങ്ങളെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 1 + 8 എത്ര കിട്ടി? 9 കിട്ടി. 9 + 2 11 കിട്ടി. 11 + 8 19 കിട്ടി അല്ലേ. അതിന്റെ കൂടെ നമ്മൾ 7 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 26 അല്ലേ. ഈ 26 എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾസോ ആണോ? അല്ല, അല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതല്ല മനസ്സിലായി, എ അല്ല. ഓക്കെ, അടുത്ത നമ്മൾ ബി എടുത്ത് നോക്കാം അല്ലെ. ബി എടുത്ത് നോക്കുന്ന സമയത്ത് എന്താ വരിക? 8 + 5 + 4 + 2 + 3 എന്ന് കിട്ടി. ഓക്കെ, 8ന്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും അല്ലെ. 13ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 17 കിട്ടും അല്ലെ. 17ന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 19 കിട്ടും അല്ലെ. 19ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 22 ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ എത്രയാണ്? 22. ഇനി ഈ 22 എന്ന് പറയുന്നത് 3ഓ 3ന്റെ മൾട്ടിപ്പിളോ ആണോ? അത് 3ഓ 3ന്റെ ഗുണിതോ ആണോ? അല്ല. അപ്പം ഏതും അല്ല, ബിയും അല്ല ഓപ്ഷൻ. ഇനി അടുത്തത് സി നോക്കാം. സി നോക്കുമ്പോൾ 6 + 0 + 7 + 3 + 2. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 6 + 0 നോക്കണ്ട അല്ലെ. 6 + 7 എത്ര കിട്ടുക? 13 കിട്ടും. 13ന്റെ കൂടെ പിന്നെ 3 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 16 ആണ് അല്ലെ. 16ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 18. അപ്പൊ 18 എന്നാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഈ 18 എന്ന് പറയുന്നത് 3ഓ 3ന്റെ ഗുണിതമോ ആണോ നോക്കുക. ആണോ? 18 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ്? സി എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലെ, അതായത് ശരിയാണ്. അപ്പൊ നമ്മൾ ആൻസർ എന്താ വരുന്നത്? സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 21 കൊണ്ട് ഗുണിച്ചപ്പോൾ ശരിയായ ഉത്തരത്തിനേക്കാൾ 63 കൂടുതൽ കിട്ടി. എന്നാൽ ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. അതായത് നമുക്കൊരു സംഖ്യ ഉണ്ട്. ആ സംഖ്യനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 12 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ആ സംഖ്യനെ എന്തുകൊണ്ട് ഗുണിച്ചു എന്നാ പറയുന്നത്? 21 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സംഖ്യനെ 12 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരം കിട്ടൂലേ? കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആ സംഖ്യനെ 21 കൊണ്ട് ഗുണിച്ച സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഈ സംഖ്യനെ 12 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയോട് എത്ര കൂടിയതാണെന്നാ പറഞ്ഞത്? 63 കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചത്?
ഗുണിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ആ സംഖ്യനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഗുണിക്കാൻ ഉപയോഗിച്ച ആ സംഖ്യനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഇനി ആ സംഖ്യനെ നമ്മൾ എത്രയുണ്ടായിരുന്നു ഗുണിക്കേണ്ടിയിരുന്നത്? 12 കൊണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു സംഖ്യനെ 12 കൊണ്ട് ഗുണിച്ചുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര കിട്ടിയിരുന്നേ? നമ്മൾ ആ ഒരു സംഖ്യ കിട്ടിയേനെ, അതായത് ആൻസർ കിട്ടിയേനെ അല്ലെ. നമുക്ക് എത്രയാണോ കിട്ടേണ്ടത് ആ ഒരു ആൻസർ നമുക്ക് കിട്ടിയേനെ. പക്ഷെ അതിന് പകരം നമ്മൾ എന്താ ചെയ്തത്? 21 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ എക്സ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു? 21. ഓക്കെ, അത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ കിട്ടേണ്ട സംഖ്യേനേക്കാൾ എത്ര കൂടുതൽ കിട്ടി എന്നാ പറഞ്ഞത്? 63 കൂടുതൽ കിട്ടി. അതായത് ഇതുകൊണ്ട് ചെയ്ത് കിട്ടേണ്ടിയിരുന്ന ആൻസറിനോട് എത്ര കൂടുതൽ കിട്ടി? 63. അതായത് ആ ആൻസറിനോട് 63 കൂടുതൽ കിട്ടി എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് നമ്മളെ ഇക്വേഷൻ 1, ഇത് നമ്മളെ ഇക്വേഷൻ 2. അപ്പൊ ഇനി നമ്മളോട് ചോദിച്ചതാരാ? ഇവരൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ആരെയാ വേണ്ടത്? ഈ എക്സ് എന്താന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ 1ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. കാരണം എന്താണ്? ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് പോകാൻ വേറെ ആരും ഉണ്ടാവൂല. എക്സിനെ മാത്രമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 നമ്മൾ എന്ത് ചെയ്യാ? കുറയ്ക്കാം. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്താവും? എക്സ് ഇൻറ്റു 21 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 21x എന്ന് എഴുതിക്കൂടെ? എക്സ് ഇൻറ്റു 21 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇവിടെ നമ്മൾ 2 - 1 കൊടുക്കുമ്പോൾ 21x മൈനസ് അടുത്തതാരാ? എക്സ് ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ അതാരാ വരിക? 12x അല്ലേ. 12x ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ ആൻസറിനോട് ഈ ആൻസർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും അങ്ങ് പോകൂലേ അല്ലേ? അത് കട്ട് ചെയ്ത് പോകും. അപ്പൊ ഈ ആൻസറിനോട് ഈ ആൻസർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2നോട് 1 മൈനസ് ചെയ്യുമ്പോൾ ഈ ആൻസറും സെയിം ആണ്. ഇത് തമ്മിൽ എന്തായി പോവും? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, പിന്നെ അവിടെ ആരാ ബാക്കി ഉണ്ടാവുക? 63 ബാക്കി ഉണ്ടാവുക. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഇനി 21x നമ്മൾ എത്ര കുറയ്ക്കാം? 12x കുറയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9x എന്ന് കിട്ടും. ഈ 9x എന്ന് പറയുന്നത് എത്രയാണ്? 63 നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? x ഈക്വൽ ടു ഇവിടെയുള്ള 9 എങ്ങോട്ടേക്ക് പോകണം? ഇപ്പുറത്തേക്ക് പോകണം. എന്നാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എക്സിനെ കണ്ടുപിടിക്കാം. ഇവിടെ 9 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതായിട്ട് വരും? ഡിവൈഡഡ്, ഹരണമായിട്ട് മാറും. അതായത് 63 ഹരിക്കണം 9 എന്ന് വരും. ഓക്കെ, എന്നിട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, എത്ര കിട്ടുക നമുക്ക്? 7 9 63 എന്ന് കിട്ടും അല്ലെ. 7 9 63 ആൻസർ ഏതാണ്? എ. ക്ലിയർ ആണോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1ന്റെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങളായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അതായത് 1ന്റെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങളായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം വന്നത്. എത്ര രണ്ടക്ക സംഖ്യകളാണ് ശരിക്കും ഉള്ളത്? 10 മുതലാണ് രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത്. എത്ര വരെ? 99 വരെ. അപ്പൊ 10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ ഉള്ളത്. അപ്പൊ ഇവർ തമ്മിലുള്ളത് എത്രയാ? 10 മുതൽ 99 വരെ എത്ര സംഖ്യകൾ ഉണ്ട് ശരിക്കും? 90 സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, പക്ഷെ ഇവരെ മൊത്തം നമുക്ക് ആവശ്യമുണ്ടോ? ഈ 90 സംഖ്യകളെയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരെ മാത്രം മതി? 1ന്റെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തും വ്യത്യസ്ത അക്കങ്ങളുള്ള സംഖ്യകളെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരേപോലത്തെ അക്കങ്ങൾ വരുന്ന സംഖ്യകളെ നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഒരേപോലെ അക്കങ്ങൾ വരുന്ന ഏതൊക്കെ? 1ന്റെയും 10ന്റെയും സ്ഥാനത്ത് ഒരേപോലത്തെ അക്കങ്ങൾ വരുന്ന എത്ര എണ്ണം വരുന്നുണ്ട്? 1 11 പിന്നെ 22 അല്ലെ. 11ന്റെ 1ന്റെയും 10ന്റെയും സ്ഥാനത്ത് എന്താ വരുന്നത്? ഒരേ അക്കങ്ങളാണ് വരുന്നത്. അപ്പൊ 11നെ വേണ്ട, 22നെ വേണ്ട അല്ലെ, 33നെ വേണ്ട, 44 വേണ്ട, 55 വേണ്ട, 66 ഇല്ല, 77 88 ദെൻ 99. ഇത്രയും സംഖ്യകളെ നമുക്ക് എന്തില്ല? ആവശ്യമില്ല ഈ ചോദ്യത്തിൽ അല്ലെ. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 എണ്ണാണ് ഇവിടെ വരുന്നത്. അപ്പൊ 9 എണ്ണം നമ്മൾ എന്തെന്ന് മൈനസ് ചെയ്താൽ മതി? ഈ ടോട്ടൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് 90 ഈ ഒരു 9നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവശ്യമുള്ള ആ സംഖ്യ കിട്ടും. എത്രയാ വരുന്നത്? 81 അല്ലെ. അപ്പൊ നമ്മളെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബിയിലുണ്ട് 81. ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? രണ്ട് സംഖ്യകളുടെ തുക 15ഉം അവയുടെ വ്യത്യാസം 1ഉമായാൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ഓക്കെ, അതായത് രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. അപ്പൊ നമ്മൾ രണ്ട് സംഖ്യകൾ എടുക്കുക. ഏതാണ്? ഒരു സംഖ്യ എക്സ്, മറ്റേ സംഖ്യ ഏതുമായിട്ട് എടുക്കുക? വൈ ആയിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള തുകയാണ് എത്ര? 15. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുകയാണ് എന്ത്?
15 എന്ന് പറയുന്നത്. ഇനി ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയാണ്? 1 ആണ്. അതായത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇവര് തമ്മിലുള്ള ഗുണനഫലം എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് എക്സ് ഇൻറ്റു വൈ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്, ഇവരുടെ ഗുണനഫലം. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ആവശ്യമാണ്? ഈ രണ്ട് സംഖ്യകളെ ആവശ്യമാണ്. എക്സിനെ ആവശ്യമാണ്, വൈനെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ സംഖ്യകളിൽ ഒന്ന് വലിയ സംഖ്യ ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും? ചെറിയ സംഖ്യ ആയിരിക്കും അല്ലേ? അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനും ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ എക്സിനെയും വൈനെയും കണ്ടുപിടിക്കാം. എന്നിട്ട് ഇവരെ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ വലിയ സംഖ്യനെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് വലിയ സംഖ്യ ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യുക? തുക പ്ലസ് എന്താ വരുന്നത്? വ്യത്യാസം. തുക പ്ലസ് വ്യത്യാസം ബൈ 2. ഓക്കെ, തുക പ്ലസ് വ്യത്യാസം ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വലിയ സംഖ്യ കിട്ടും. ഇനിയിപ്പോൾ ചെറിയ സംഖ്യനെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്താക്കുക? ഇതേപോലെ തന്നെ എന്താക്കുന്നു? തുക മൈനസ് എന്താവുന്നു? വ്യത്യാസം ബൈ എന്ത് കൊടുക്കാണ്? 2 കൊടുക്കാണ്. ക്ലിയർ ആണോ? വലിയ സംഖ്യയാണ് വേണ്ടതെങ്കിൽ തുകേനെയും വ്യത്യാസത്തിനെയും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കാം. ഇനി ചെറിയ സംഖ്യയാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തുക മൈനസ് വ്യത്യാസം ബൈ 2. തുകേന്ന് വ്യത്യാസത്തിനെ കുറച്ചിട്ട് അതിനെ എന്തുകൊണ്ട് ഹരിക്കുക? 2 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സംഖ്യകൾ കിട്ടും. അതായത് 2 എക്സും വൈയും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? തുക പ്ലസ് വ്യത്യാസം. ഞാൻ ഇവിടേക്ക് എഴുതുന്നുണ്ട് കേട്ടോ. തുക പ്ലസ് വ്യത്യാസം. തുക എത്രയാണ് ഇവിടെ വരുന്നത്? 15 ആണ്. 15 പ്ലസ് വ്യത്യാസം എത്രയാണ്? 1 ബൈ എത്ര ചെയ്യുക? 2. ഓക്കെ, അതായത് 16 ബൈ 2 ചെയ്യുക. 15നോട് 1 കൂട്ടിയ 16, അതിനെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കുക? 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 8 ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചെറിയ സംഖ്യയാണ് അല്ലെ? ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ തുകയെന്ന് വ്യത്യാസം അല്ലെ? തുകയെന്ന് വ്യത്യാസം കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുക. അതായത് 15 മൈനസ് 1 ബൈ 2 ചെയ്യുക. അതായത് എത്ര കിട്ടും? 15 മൈനസ് 1 എത്ര കിട്ടും? 14 കിട്ടും ബൈ 2. ആൻസർ എത്രയാ വരിക? 7. അപ്പൊ ഈ 8ഉം 7ഉം എന്ന് പറയുന്നത് നമ്മൾ ആരാണ്? ഈ എക്സും വൈയുമാണ്. ഈ 8ഉം 7ഉം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവരെ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 2 സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്നതാണ്. അതായത് 8 ഇൻറ്റു 7 ചെയ്യുക. 7 8 56 അല്ലേ? അപ്പൊ നമ്മൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരാം.